എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആ കുണ്ടൻ അയാളെ എന്റെ അപ്പനല്ല, എന്റെ ജീവിതത്തിൽ വേണ്ട. This is my ego. If you touch that, I don't care. Chacha, you are not my father. What is the name? What is share? അമ്മേനെ എന്തുകൊണ്ട് കേറ്റാൻ പറ്റില്ല? അമ്മേനെ കേറ്റി കഴിഞ്ഞാലേ അജ്മലിനെ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ? അത് ചതിയ മക്കളെ, അമ്മേനെ ചതിക്കും. അജ്മലിനെ കളഞ്ഞിട്ട് അമ്മേനെ എടുക്കൂ, പ്രോബ്ലം സോൾവ് ആവില്ല. പ്ലീസ്. This is my final word in the name of Jesus. Even when I knew you were from 9th ആ ചാറ്റ് കണ്ടിട്ട് നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ ഒരു മാറ്റം വരാൻ. നോ, നിങ്ങൾക്ക് അറിയത്തില്ല മക്കളെ, ശരിക്കും വേറെ ഫേസ് അവിടെ. നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഫാമിലിയുണ്ട്. മാരിയോ ജോസഫും ജിജി മാരിയോയും. ഇവരുടെ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വലിയ രീതിയിൽ ഉലഞ്ഞിരിക്കുന്നു, കേസായിരിക്കുന്നു. ഭാര്യ ഭർത്താവുമായി വലിയ പ്രശ്നങ്ങളുണ്ടായി. ഭാര്യയുടെ മുഖത്തൊക്കെ അടിയേറ്റ് ചോര ഒഴുകുന്ന ദൃശ്യങ്ങൾ വരെ ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതൊന്നും എന്താണെന്ന് അറിയാൻ വേണ്ടി, ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് വേണ്ടി ഞാനൊന്ന് സഞ്ചരിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് എന്റെ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇവര് വലിയ രീതിയിൽ മോട്ടിവേഷൻ ചെയ്ത് ഒത്തിരി ഫാമിലിയെ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇവർക്കുള്ളിൽ ഒരു വിള്ളൽ. ഇവർ ആയിരക്കണക്കിന് വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് പാവങ്ങൾക്ക്, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫിലോ കാലിയ ഫൗണ്ടേഷനിലേക്ക് ഒട്ടനവധി ഫണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പല ആളുകൾ നൽകിയ ഫണ്ടാണ്. ഈ സ്വത്ത് കൂടുതലായപ്പോഴുള്ള തർക്കമാണോ എന്ന് സംശയിക്കേണ്ടായി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇടയിൽ ഒരാൾ വില്ലനായി വരുന്നു. അദ്ദേഹത്തെ വെച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഭർത്താവ് പറയുന്നത്. അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ഭാര്യയും മക്കളും പറയുന്നു. എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇദ്ദേഹം തയ്യാറാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യയെ മർദ്ദിച്ചതിന് ശേഷം ഭാര്യ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ബ്ലഡ് ഒഴുകി വരുന്നത് വരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങളൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല. ഈ ദൃശ്യങ്ങളൊന്നും പ്രേക്ഷകർ കാണണം. ഇതിനിടയിൽ ഈ മർദ്ദനത്തിന് മുമ്പ് തന്നെ ഇവരെ ഒരു ഒത്തുതീർപ്പാക്കാൻ സ്വന്തം മകൾ കരഞ്ഞ് യാചിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. എന്തിനാണ് അച്ഛൻ ഇങ്ങനെ മാറുന്നത്? അച്ഛനാണ് എന്റെ എല്ലാം എന്ന് ഞാൻ പറയുമ്പോൾ അച്ഛൻ പറയുന്നു ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് അച്ഛൻ പറയുന്ന വാക്ക് ആ മകളെ എത്രമാത്രം വേദനിപ്പിച്ചു. ഈ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് കൂടുതലൊന്നും പറയില്ല, ഇതെല്ലാം സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞതാണ്. ഈ എക്സ്ക്ലൂസീവായി ലഭിച്ച ആ വീഡിയോയും ഓഡിയോയും പ്രേക്ഷകരിലേക്ക് മുമ്പിലേക്ക് ഇടുകയാണ്. ഇന്ന് പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. അമ്മ, ആർ യു ഓക്കെ വിത്ത് ദിസ്? അജ്മലിനെ മാത്രം പുറത്താക്കിയിട്ട് അമ്മേനെ ഒന്ന് കേട്ടാൻ പറ്റുമോ? അജ്മല് പോട്ടെ, പക്ഷെ അജ്മലിനെ പുറത്താക്കണം. അതമ്മ കയറൂല. നിന്നെ കയറ്റിട്ടോ, നിന്നെ കയറ്റിട്ട് അമ്മ വരാം. പിന്നെ ഫുൾ ഫാമിലി ആയി പോകും. എനിക്ക് അധികാരം വേണ്ട. എനിക്ക് അടോണ കയറിയാൽ മതി. എനിക്ക് അധികാരം വേണ്ട. ഒന്നുമില്ല, ചാച്ചൊരു 10,000 രൂപ ഇട്ടിട്ടുണ്ട്. അത് കൊടുത്താൽ മതി. ഇതിന് ഇപ്പൊ പറയുന്നുണ്ട അമ്മയുടെ ഞാൻ പറഞ്ഞു, ഞാൻ കുറെ ബെഗ് ചെയ്യുക അമ്മയോട്. ഞാൻ മിണ്ടട്ടെ ഐ ആം ബെഗിങ്. ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. എന്റെ പൊന്നോ, പ്ലീസ്. കൊറേ ചാച്ചയും അമ്മയും എന്നെ ജോക്കർ ആക്കുന്നു. നിയമമുണ്ട്, മറ്റതാ പറ്റില്ല എന്നൊക്കെ. ക്ലിയർ കട്ട് റീസൺ യു ഗിവ് മീ നൗ. വാട്ട് ഈസ് ദ നെയിം? വാട്ട് ഈസ് ഷെയർ? അമ്മേനെ എന്തുകൊണ്ട് കേറ്റാൻ പറ്റില്ല? അമ്മേനെ കേറ്റി കഴിഞ്ഞാലേ അജ്മലിനെ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ?
അത് വാശി. അതെ പലപ്പം മനസ്സിലായില്ല. എനിക്ക് That's what. അത് നേരത്തെ പറഞ്ഞ നാളെയാണല്ലോ. അതെ. I am your doctor. Why are you lying to me? Why are you making me like a fool? ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തലവേദനിക്കുന്നു, കഷ്ടപ്പെട്ട് സംസാരിക്കുന്നു, trying to make us one. I am putting so much effort and you guys have this bloody cheap ego. What is this ego for? ആർക്ക് വേണ്ടിയിട്ടാ ഈ ഈഗോ? ആർക്ക് വേണ്ടിയിട്ടാ ഈഗോ? അമ്മ ഓക്കെ വാശി ചെയ്തു, അമ്മയുടെ വാശി ഒന്ന് പൊറുക്കാൻ പറ്റുമോ? അമ്മയ്ക്കൊന്ന് അങ്ങോട്ട് പൊറുക്കാൻ പറ്റുമോ? ഒന്ന് അജ്മലിനെ കളഞ്ഞിട്ട് അമ്മേനെ എടുക്കുമോ? പ്രോബ്ലം സോൾവ് ആവില്ലേ? പ്ലീസ് പ്ലീസ് പ്ലീസ്. Not possible. Please. Even if I അജ്മലിനെ die, ഇറക്ക് please. I say അമ്മയുടെ വാശി കൊണ്ട്. even if I die, I won't do that Why? until she becomes member. Please, Not അമ്മ even- വാശി മാറ്റ്. അമ്മ please, അമ്മ മിണ്ടാതിരിക്കാം, അമ്മ മിണ്ടാതിരിക്കാം, അമ്മ മിണ്ടാതിരിക്കാം. Please. ചാച്ച please listen. ആ വാശി ഒന്ന് മാറ്റ് please No ചാച്ച. possible, no. why ആ വാശി? Why this It's better you ego? kill me than that. Please No. please. ആ I വാശി said ഒന്ന് മാറ്റ്. no. Please. No means no. Please. I am This male gets and I am so- male chauvinist. Please chaacha, please. I ego for your family, for your daughter. No. For your family. This is better for me to die in front of that prostitute. Ego ഒന്ന് മാറ്റ് please ചാച്ച. Why? I said no. Why? I said no. Bobby, ego even if you വേണ്ട. die, I don't care. For this, remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. You lost me as a doctor. No problem. I told you that first only. You don't need to talk regarding this. This is my male ego. This is male ego. If you touch that, I don't care. Chacha, you are not my father. Yes. I will never call you father. Do whatever you want. You call me bastard, I don't care. You call me bastard, I don't care. Don't you dare come in front of my face. I am You have not no there. right to be called a father. You are a bloody cheap, mean, chauvinist. അയാളെ നീ എന്റെ അപ്പനല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ വേണ്ട. അമ്മ പോ. നീ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു. ഐ ഡോണ്ട് കെയർ. എന്റെ ഭാഗം കഴിഞ്ഞു. The moment I know that you are not there, I will not be there. Over. Good, very good. And for this silly thing only, you have this ego, no? Appa ego went. Ego in the air. Appa no ego. Appa no ego. For you, your ego, your husband, your mom. You don't want me. Why did you give birth to me? Why did you told all lie in this world? I love you the most. You are everything like this. You used me, your daughter, who trusted you blindly in everything. You broke my trust. You failed as a father. നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ ഒരു മാറ്റം വരാൻ No, ഈ കാര്യത്തിൽ മാറ്റമല്ല. As a father, you have failed. ഞാൻ And father yet, you are still I'm shamelessly sitting and talking like this. God will. You say God is there with you. It is not God. It is devil who is guiding you. It is the devil. Maybe I am the Yeah, you are devil. Yeah. And you have no right to become the father. And don't you I dare ever Don't put call your me face in father. front of me. You are standing in front of me. Who asked you to stand here? Except house I will. ഞാൻ ഇറങ്ങി പൊക്കോളാം. ഞാൻ അമ്മച്ചാച്ചയുടെ വീട്ടിൽ പോയി നിന്നോളാം. Your house, no. I shouldn't stay, no. This is also Mama's house. പകുതി അമ്മയുടെയും കൂടിയാ. Stay with her. Over. You have no idea how much this hurts me. I have the idea. With a pure conscience I am talking. Because your ego is that I must remove the Ajmal. It is not possible. That is not my Because ego. your father, That is my your wish. father has a wish, and you must obey the father. Not the father obeys the daughter always. Remember that. ഈ ലൈഫിൽ ഒറ്റൊരു കാര്യം ഞാൻ കെഞ്ചി ചോദിച്ചു. No, you ask everything and I give everything. In this matter, no change. That's all. You ask me anything else, I will do now. You are going to get a reward from God. Enough. എന്തോ ആയിക്കോട്ടെ. എന്റെ കൊച്ച് ചത്താലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. എന്റെ കൊച്ച മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ.
ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവര് വേണ്ട, നീ ചത്തോ, നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു. ഇതിലും ഞാൻ മിണ്ടിയില്ല. He's not worth your idea. അമ്മേ കുറെ നാളായി മിണ്ടാതിരുന്നു. That is why he is alone all alone his life. എവിടെ പോയാലും ആളെ റിജക്ട് ചെയ്ത് because of his stupid egoistic character. എന്നിട്ടും അതറിഞ്ഞിട്ടും his daughter, his wife stood by his side and still he dejected them. You will be dejected wherever you go. One day Ajmal and Marsh will turn against you. You will regret. You will come crying. I won't come. I will die. Even if you die, I wouldn't ever come to your funeral. Where are you പതിക്കും? ഞാൻ വരത്തില്ല പതിക്കാൻ. ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കേട്ടോ. സ്വന്തം മോള്, സ്വന്തം നായിന്റെ മോളെ ഞാനാ. Tell me that. Why you are so adamant? I'm not so adamant about leaving Ajmal. ഇത്ര കൊച്ച വെച്ച ഒറ്റ കാര്യത്തില്ല. ഞാൻ പറഞ്ഞ അവനെ വിടില്ല. No. നീ വിടുന്നു. ഞാൻ അതുകൊണ്ടല്ല ഒച്ച വെക്കുന്നത്. How dare you? As a father, you still didn't understand my pain. ഞാൻ ഒച്ച വെക്കുന്നത്. You said, നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. അജ്മലിനെ വിടൂല. That was the only thing. That was the only thing. അടുത്ത കപ്പര. നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. അതല്ല ഒച്ച വെക്കുന്നത്. അജ്മലിനെ കേൾക്കാത്തതുകൊണ്ടല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെക്കാളും വലുതാ അജ്മല, എന്നെക്കാളും ചാച്ചനിക്കും എന്റെ ഞാൻ നാണം കെട്ടാ പോലും ഐ ഓൾവേസ് പ്രൊട്ടക്ട് യു. എന്റെ ആസ് എ വുമൻ എന്റെ മോശമായി ചിത്രീകരിച്ച് എന്നെ നാണം കെടുത്താൽ ഇഫ് ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് യു ഐ വിൽ. എന്റെ ഈഗോ എനിക്കില്ല ഫോർ യു. അങ്ങനെ ഇരിക്കുന്ന എന്നെ നീ ചത്താലും കുഴപ്പമില്ലടി. എനിക്ക് എന്റെ ഈഗോയാ വലുതെന്ന് പറഞ്ഞപ്പോ എന്റെ എല്ലാം തകർത്തു. ഞാൻ അവിടെ ഷിജിൻ അച്ഛനോട് എന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞു എനിക്ക് എന്റെ ചാച്ചയാ വലുത്. ഞാൻ എന്റെ ചാച്ചയുടെ ചാച്ച കാരണം ഞാൻ വീഡിയോ ഇടുന്നു. എല്ലാം ചാച്ച ഇസ് മൈ ഹീറോ. ചാച്ച തകർന്ന ഞാൻ തകരും. ചാച്ച ഹാപ്പിയാ ഞാൻ ഹാപ്പി. ഐ വിൽ ഡു എനിത്തിങ് ടു പ്രൊട്ടക്ട് ഹിം, ടു സേവ് ഹിം ഫ്രം എവരിതിങ്. ബട്ട് യു looked at my face. After trusting you, I am ready to sacrifice myself for you. ഇത്രയും കഷ്ടപ്പെട്ടത് for you, not for me. And you said, നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്റെ ഈഗോയാ പിന്നെ, എനിക്ക് എന്റെ അച്ഛനാ പിന്നെ. I became oh, the only person I loved and trusted with all my heart. എല്ലായിടത്തും മറിയത്തിനെ എത്ര നല്ല പോലെ സ്നേഹിച്ച് നോക്കി. She broke my trust. അവിടെ എല്ലാവരും എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെ വന്നാലും ഞാൻ ചാച്ചയുടെ കൂടെ നിന്നു. ഈവൻ when I knew you were from 9th ആ ചാറ്റ് കണ്ടിട്ടും I stood your side. ഞാൻ ഒന്നും പറഞ്ഞില്ല against you. ചാച്ച അമ്മയ്ക്കെതിരെ എന്തൊക്കെ പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു നിന്നു. I was there for you. I knew you were wrong, but you have only me and I have only you. I stood by your side. എന്തും ചെയ്യാൻ തയ്യാർ. Even I was ready to die for you, but you just said I don't need a daughter like you. You go and die. My ego is big. I was a fool. 20 years of my life, the person who I saw as my role model, as my hero, as my all in all, as my everything, said, you go die. I don't care. Go. I don't ever die. I lost my dad. I'm inside. You are not my dad. I don't know who you are and why you are, what your motive is, but you lost my dad. You have killed my dad. My dad has died, and I wish if he would come back to me, be by my side and say, don't worry, Muthe, I am here for you. എന്ന് നടന്നാലും ഞാൻ കൈവിടില്ല. ഞാൻ നിനക്ക് ഉണ്ടാവും എപ്പോഴും. എന്തിന് ഈ ലോകം നിനക്ക് എതിർത്ത് നിന്നാലും ഞാൻ നിന്റെ കൂടെ നിൽക്കുവേണ്ടി. എന്റെ മുത്ത എന്ന് പറയുന്ന ഒരു അപ്പനെ ഞാൻ സ്നേഹിച്ചുള്ളൂ. അതുപോലെയായിരുന്നു ഞാൻ. ഈ ലോകം എതിർത്ത് നിന്നാലും എന്റെ ചർച്ചയ്ക്ക് ഞാനുണ്ട്. Even if he is തെറ്റ് പറഞ്ഞാലും, even if he is the culprit, even if he is wrong, I would be his side. But yet he said, ഞാൻ ചത്താനൊക്കെ കുഴപ്പമില്ല, മരിച്ച ഒരാൾക്ക് കുഴപ്പമില്ല, ആൾക്കാർ ഈഗോ. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. അല്ലാതെ അജ്മലിനെ വിടില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ റിയാക്ട് ചെയ്തത്. ദാറ്റ് ഈസ് യുവർ വിഷ്.
എന്റെ ഇത്ര വിഷയമുണ്ടെന്നുള്ളൂ. അമ്മ കയറാം, ബട്ട് അജ്മലിനെ വിട്ടിട്ട്, ബിക്കോസ് ഷീ ഈസ് യുവർ വൈഫ് ആൻഡ് ഷീ ഈസ് മോർ ഇമ്പോർട്ടന്റ് ആൻഡ് യു ഷുഡന്റ് ഫീൽ ലൈക്ക് യു ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹർ. യു ഷുഡ് ഫീൽ ലൈക്ക് യു ഫെയിൽഡ് ആസ് എ ഫാദർ. എല്ലാവരുടെ മുന്നിൽ വലിയ ഹീറോ ആയി നിന്നിട്ട് കാര്യമില്ല. If you are nothing in front of I'm you. going to keep you. Don't worry. Within few days, you all will have no distance. Or marriage is over. Few days. നോ നീഡ്, നോ ബ്ലാക്ക് മെയിലിംഗ്. ഇത് 21 വർഷം ഞാൻ ഇത് കേൾക്കുന്നു. കണ്ട. പ്ലീസ് പ്ലീസ് വെയിറ്റ് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എന്ന് ഇയാൾക്ക് അറിയാം. അയാൾ അതുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നു. ചിലപ്പോ പോകാനാണ് ദൈവം തീരുമാനിച്ചെങ്കിൽ പോകും. Be bold, be bold, be bold, be bold. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം ചെയ്തു, നമ്മൾ കോംപ്രമൈസ് വന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ മെയിലാണ്, മെയിൽ ഷോമിനിസ്റ്റ് ആണ്, ഞാൻ ഇത് കാണിക്കുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. You don't know what a man, a true man is. 20 years ഇവരുടെ മുമ്പിൽ ഞാൻ തോറ്റിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ജയിച്ചാൽ പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ ജയിച്ചാൽ പറ്റില്ല. No, you don't love me. You don't love me. No, you are a liar. as a weapon. Yes, പണി you തരാം. are വെപ്പൺ using ആയിട്ട് me. ഉപയോഗിച്ചുകൊണ്ടിരുന്നു. You are torturing me. You don't love me. You don't love me. You are not. ഇവളെ my വെച്ചിട്ട് father. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നു. If you truly love me, Chacha's ego is never big for you. Love will ഒരിക്കലും ego ഇല്ല. You don't love me. എനിക്ക് മാത്രമല്ല. ഈ കാര്യത്തിന് പറ്റില്ല. This is so humiliating for her and I know how humiliating it would be. ഞാൻ അമ്മയുടെ സ്ഥാനത്തായിരുന്നു I would have left you. She is not because she loves you. കോമഡിയാണോ ഈ വർഷത്തെ? മക്കളെ ആള് വേറൊരു ലുക്ക് പറഞ്ഞിട്ട് കേറത്തില്ല. അയാൾ നിങ്ങൾക്ക് അറിയത്തില്ല മക്കളെ, ശരിക്കും വേറെ ഫേസാ. വീട് പൊന്നോ, നമുക്ക് വീണ്ടും ഊണ്ട് കൂടും. വീണ്ട് കൂടും പൊന്നോ. One last. And again, you can do it. But one thing I said. അവരെ രണ്ടുപേരും കളഞ്ഞിട്ട് ഞാൻ രണ്ടുപേരെ. അജ്മലിനെ കളയില്ല. അമ്മ കയറി അജ്മലിനെ കളയും. അത് പ്രോമിസ് ആണ്. അത് ചതിയ മക്കളെ, അമ്മനെ ചതിക്കും. ഇല്ല വേണ്ട. No, listen. ഇല്ല മന്ന, ഇല്ല പറ, ചതിയ പറ. അമ്മ അവന്റെ മുന്നിൽ ഒരു ടേബിളിൽ നമ്മൾ Please. ഞാൻ എനിക്ക് ചാവി തുറന്നതാ വണ്ടി, എനിക്ക് ചാവി. ഞാൻ വരാം. എനിക്ക് കൊച്ചിനോട് വീണ്ടും പറയാം. അങ്ങനെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യണ്ട. കഴിഞ്ഞു. ഇതാണ് സംഭവം. നമ്മളൊന്ന് ആലോചിക്കണം. ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒത്തിരി ഫാമിലിയുണ്ട്. ഇവരുടെ മോട്ടിവേഷണൽ ബന്ധങ്ങൾ അടർന്നു പോയപ്പോൾ കൂടിച്ചേർന്നവരുണ്ട്. ഇവർക്ക് സംഭവിച്ച സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയും ഈ ഓഡിയോയും ഉൾപ്പെടെ തരുന്നത്. ഇതിപ്പോ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഭാര്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എഫ്ഐആർ ഇട്ടിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ ജാമ്യം ലഭിക്കാനുള്ള വകുപ്പുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം സത്യസന്ധമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ആ മക്കളുടെ ആ മകൾ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവുന്ന നിലയിലേക്ക് പോകുന്നു. എന്തായാലും ഇത് എന്താണെന്നുള്ള യാഥാർത്ഥ്യമായ സംഭവങ്ങൾ ഇനിയും അന്വേഷിക്കേണ്ടതായി പോലീസുണ്ട്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം മോട്ടിവേഷൻ ചെയ്യുന്നവരുടെ ജീവിതം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു വേണം ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോകേണ്ടത്. ഇതിപ്പോ വർഗീയതയിലേക്ക് പോകുന്നു, ജിഹാദാക്കി പോകുന്നു, ആ രീതിക്കൊക്കെ ചർച്ച വരുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ ഒരു ശബ്ദം ഉയർന്നു കഴിഞ്ഞു. സമൂഹത്തിൽ ഉടനീളം ഇതിനെതിരെ ശബ്ദം ഉയർന്നിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ ഫലം എന്താകുമെന്ന്.